നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള സാമൂഹിക ആഘാത പഠനത്തിന് തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. ചെറുതുരുത്തി വില്ലേജിലെ 0.61 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി രാജഗിരി ഔട്ട്റീച്ച് സർവീസ് സൊസൈറ്റിയെയാണ് പഠനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് കെ രാധാകൃഷ്ണൻ MP അറിയിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ കുന്നിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനായി നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള കുന്നിൻ ചെരുവിലെ മണ്ണെടുപ്പ് താഴെ താമസിക്കുന്ന 60-ലധികം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുൻപ് പ്രളയകാലത്ത് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ട ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണ യാത്ര സമാപിച്ചു. സമാപന സമ്മേളനം മുൻ MLA അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. തന്റെ കാലത്ത് അനുമതി ലഭിച്ച വികസന പദ്ധതികൾ മന്ദഗതിയിലാണെന്നും മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് വടക്കാഞ്ചേരി MLA മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും താൻ മത്സരിക്കാനല്ല മറിച്ച് മുന്നണി പ്രതിനിധിയെ വിജയിപ്പിക്കാനാണ് എത്തിയതെന്നും അനിൽ അക്കര വ്യക്തമാക്കി. നവീകരിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. 29 കോടി രൂപ ചെലവഴിച്ച് എയർപോർട്ട് മാതൃകയിൽ അത്യാധുനിക ബുക്കിംഗ് ഓഫീസ്, AC കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയോടെയാണ് സ്റ്റേഷൻ നവീകരിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP, P മമ്മിക്കുട്ടി MLA തുടങ്ങിയവരും ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.